ഹലോ ഗായ്സ്, ക്രേസി ലേസി ബ്രസീലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പോയി കുഴപ്പമില്ല. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ മാവ്, അപ്പം ചൂടാൻ മടിയുള്ളവർ ആ മാവ് എടുക്കുക, കുറച്ച് പഞ്ചസാര, തേങ്ങാപ്പാൽ എല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ ഓവനിൽ വെക്കും. അതിനകത്ത് ഓൾറെഡി ഞാൻ നട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം അടുക്കി പോയി ഗായ്സ്. അങ്ങനെ ഒരു ഭയങ്കരവ് കാരണം ഞാൻ അഡീഷണൽ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇങ്ങനെ മണ്ടയ്ക്ക് ഇങ്ങനെ എൻ്റെ പുറത്തിങ്ങനെ കുത്തി കുത്തി വെച്ച് സെറ്റാക്കി എന്നെ സുന്ദര കുട്ടപ്പനാക്കി എടുക്കുന്നുണ്ട്. ഇത് 5 മിനിറ്റ്സ് എന്ന് പറയാൻ കാരണം ഇതുപോലെ ഒരു ഓവൻ ഉണ്ടെങ്കിൽ, ഇതുപോലെ പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നെയ്യോ എണ്ണയോ തൂത്തിട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കുക, ആയിട്ട് ഓവനിൽ വെക്കുക, അതിങ്ങനെ ബേക്ക് ചെയ്തെടുക്കുക. ഓവനിൽ 5 മിനിറ്റ്സ് ആയിരിക്കും. ഇതുപോലൊരു ബൗളാണെങ്കിൽ മാക്സിമം 5 മിനിറ്റ്സ്, വെറുതിലേക്ക് 1 മിനിറ്റും കൂടെ വെക്കുക. ഇതിൽ ചെറിയ ബൗളാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ബാറ്റർ ഉള്ളെങ്കിൽ നമുക്ക് 2 മിനിറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ. സത്യത്തിൽ ഇത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ആവിയിൽ ഇങ്ങനെ ബേക്കായ ആ ഒരു ഇത് വന്നിട്ട് നമ്മൾ നല്ല ചൂട് ചായയോടൊപ്പം ഇത് കഴിക്കണം. കറക്റ്റ് ഒരു വട്ടയപ്പത്തിൻ്റെ വേറൊരു വേർഷനാണ്. ശരിക്കും വട്ടയപ്പം ഉണ്ടാക്കുന്ന എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ഇത് ഇങ്ങനെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ലുക്ക് ഇത്തിരി കുറവാണ്, പറയത്തക്ക ലുക്ക് കുറവില്ല, എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റും ഉണ്ട്. നിങ്ങൾ തേങ്ങാപ്പാലും മധുരം ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇപ്പം പുറത്ത് നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ കുറച്ചുകൂടി മനസ്സിലായി. നമ്മൾ തേങ്ങാപ്പാൽ എക്സ്ട്രാ മേടിച്ച് ഞാൻ അങ്ങനെ ചേർത്തതാണ്. നമുക്ക് അരയ്ക്കാനുള്ള വരിയൊന്നുമില്ല, പക്കുപ്പൊന്നുമില്ല. ഇവിടെ തേങ്ങാപ്പാൽ അങ്ങനെ കിട്ടുന്നതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഈസി ലേസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, കമൻറ്റ്, ഷെയർ. അപ്പോൾ ഇത് ഞാനൊന്ന് കഴിച്ച് കാണിച്ചത്, ഇത് കട്ട് ചെയ്യാം. നല്ലതായിരുന്നു ഗൈസ്, നിങ്ങൾ ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യത്തെ നൂഡിൽസ് ട്രൈ ചെയ്ത പോലെ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലതാണ്, എളുപ്പമാണ്. ഇപ്പോൾ വീട്ടിലുള്ള കുട്ടികൾക്ക് വേണമെങ്കിലും അപ്പം വേണ്ട ആ മാവ് വെച്ച് നമുക്ക് ഇതുപോലെ ഒരു കേക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അതുവരേക്കും ഞാൻ വീണ്ടും വരാം ഗൈസ്. ബൈ ബൈ. കുറച്ച് നേരം കഴിക്കുകയാണ്. കൊള്ളാം, ഷോ ആണെങ്കിലും സത്യമായിട്ടും കൊള്ളാം ഗൈസ്. ട്രൈ ചെയ്ത് നോക്കൂ.